അപ്പോൾ നമ്മൾ വട്ടവടയിൽ നിന്ന് ബൈ പറഞ്ഞ് പോരാണ്. ഈ ഒരു വ്യൂ സത്യം പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ ഒരു വല്ലാത്തൊരു ലോകത്തിലേക്ക് പോകും ഈ ഒരു സ്ഥലത്തുമ്പോൾ. കാരണം ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പേസാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ പോരുന്ന വഴിക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ച് അകലെയായിരുന്നു, ബട്ട് ഞാൻ നോട്ടീസ് ചെയ്തു അവിടെ എന്തോ നിൽക്കുന്ന പോലെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വണ്ടി റിവേഴ്സ് ചെയ്ത് നോക്കിയപ്പോൾ മ്ലാവായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ കുറേ കുറുക്കന്മാരും ഉണ്ടായിരുന്നു കേട്ടോ, ബട്ട് അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ നല്ല പോലെ കാട്ടുപോത്തിനെ കണ്ടു. അതും തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റി. ഞങ്ങൾ ഏകദേശം വട്ടവടയിൽ നിന്ന് ഇറങ്ങിയത് ഒരു 7:30 ആ ഒരു ടൈമിലാണ് രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ഓഫീസിലേക്ക് കയറണം. സോ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്നാലേ നമുക്ക് കറക്റ്റ് ടൈമിന് വീട്ടിലെത്താൻ പറ്റുള്ളൂ. പിന്നെ തിരിച്ചു വരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു മെസ്മറൈസിങ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മെസ്മറൈസിങ് ആയിരുന്നു ഈ വ്യൂസൊക്കെ. അടിപൊളിയായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു വട്ടവടയിൽ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കുരങ്ങൻ ഞങ്ങളെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതെൻ്റെ ദുവാടെ ഒരു പ്രത്യേക തരം സ്വഭാവമാണ്. അവൾക്കൊരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ചെല്ലും ഷെയ്ൻ്റെ ചെവിയും തേടിയിട്ട് ചെവിയുമേൽ ഇങ്ങനെ താളം കൂട്ടി നിൽക്കും. അവൾക്ക് കിടന്നുറങ്ങണമെങ്കിൽ പോലും ഈ ചെവി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ താളം കൂട്ടിയാലേ അവൾ കിടന്നുറങ്ങുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നമ്മൾ ചോളം കഴിച്ചു. ഇത് നമുക്ക് ഒട്ടും മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചോളവും ഈ ഒരു നേച്ചർ ബ്യൂട്ടിയും അടിപൊളിയായിരുന്നു. പിന്നെ നല്ല കോടയായിരുന്നു തിരിച്ചിറങ്ങി വരുന്ന സമയത്ത്. അത്രയും കോടയൊന്നും വണ്ടികളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് ബസ്സൊക്കെ വരുമ്പോൾ ബസ് എടുത്തെത്തുമ്പോഴാണ് ഇത് ബസ്സായിരുന്നുല്ലേ എന്നൊക്കെ തോന്നുന്നത്. അത്രയും കോടയായിരുന്നു. പിന്നെ മുളയരി പായസം കഴിച്ചു. അത് കുറേ നാളായിട്ട് ഞാൻ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും ഈ മുളയരി പായസം. കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു ടേസ്റ്റ്. ബട്ട് ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് വാങ്ങി കഴിച്ചതാണ്. പക്ഷേ എനിക്കതിൽ നിറച്ച് ഏലക്കയായിരുന്നു. അതുകൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഐഡിയ ആയിപ്പോയല്ലോ. പിന്നെ നമ്മൾ ഈ ബ്രിഡ്ജൊക്കെ ഇറങ്ങി വട്ടവടയിൽ നിന്നും തിരിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് വാങ്ങി കഴിച്ചായിരുന്നു. അൽഫാമല്ല ഷവായി, പിന്നെ കുബൂസും, പിന്നെ കുറച്ച് റൈസും വാങ്ങി കഴിച്ചായിരുന്നു. ഇത് അവിടുത്തെ വെള്ളമാണ് കേട്ടോ. ഈ സാലഡ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എവിടത്തെയാണെന്നുള്ളത്. അപ്പോൾ ശരി, ബായ്.